മാറ്റങ്ങൾ ഒരുപാടുണ്ട്. ഫുള്ള് മാറ്റങ്ങൾ തന്നെയേ ഉള്ളൂ. വന്നപ്പോൾ മുതൽ ഇപ്പോൾ വരെ. അന്ന് കമ്മ്യൂണിക്കേഷൻ തീരെ ഇല്ലായിരുന്നു. ലാംഗ്വേജ് ഒന്നും വലിയ പിടുത്തമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ആരോടാണെങ്കിൽ സംസാരിക്കാനുള്ള ഒരു ഇതുണ്ട്. എങ്ങനെയാണ് ലാംഗ്വേജ് ഓക്കെയാണ്. പിന്നെ സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പുറത്ത് സംസാരിക്കുന്ന ഇംഗ്ലീഷ് പക്ക പൊട്ടത്തരാണെന്ന് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞാൻ കുറച്ചു കാലം എന്തെങ്കിലും പഠിക്കാമെന്നൊരു പ്ലാനിൽ വന്നായിരുന്നു. അപ്പോൾ പിന്നെ ലോജിസ്റ്റിക്സ് തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായില്ല. ഞാൻ വിചാരിച്ചത് ഒരു 2-3 ദിവസമൊക്കെ നിന്ന് മടുത്തിട്ട് ഞാൻ പോകുമെന്നാണ്. പിന്നെ ഇത് ക്ലാസ്സൊക്കെ എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആ വൈബൊക്കെ കിട്ടിയപ്പോൾ അങ്ങ് നിന്ന് പോകുന്നതാണ്. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതും കുറച്ച് സീനായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഒക്കെ ഇത് ഇൻ്റർവ്യൂ കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ ഫസ്റ്റ് തന്നെ. ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് കാലം അങ്ങനെ ഡിലേ ആയിട്ട് നിൽക്കണം എന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ലിങ്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ചെന്നൈ ബേസ്ഡ് ആണ്. മെയിൻ ബ്രാഞ്ച് വരുന്നത് ചെന്നൈയാണ്. ഇപ്പോൾ പുതിയ ബ്രാഞ്ച് ബാംഗ്ലൂർ ഓപ്പണാണ്. അവിടെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട്. മോക്ക് ഇൻ്റർവ്യൂവിൽ ഞാൻ വിചാരിച്ചത് സബ്ജക്ട് നോളജ് എനിക്ക് നല്ലോണം ഉണ്ട്. ഞാൻ അങ്ങനെ പുറത്തുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഈ സാധനം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ. ഞാൻ തന്നെ അവിടെ പോയി പറഞ്ഞു. നോക്കുമ്പോൾ സാറ് പറഞ്ഞു ഇത് ഇങ്ങനെയൊന്നല്ല പറയണ്ടേ, നീ പറയുന്നതൊക്കെ പൊട്ടത്തരാ, നീ പറയുന്നത് വേറെ രീതിയിലാണ്, ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് സാർ അവിടെ നിന്ന് പറഞ്ഞു തന്ന്. പിന്നെ കുറേ മെസ്സേജ് അയച്ച് സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. അങ്ങനെയാണ് സാധനം കുറച്ചെങ്കിലും പിടുത്തം കിട്ടി. OPT നല്ല പരിപാടിയായിരുന്നു. OPT നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമില്ല. നമ്മൾ വിചാരിച്ച അവിടെ പോയിട്ട് വെറുതെ അവിടെ ഇവിടെയും തിരിഞ്ഞ് കളിച്ച് കുറേ നേരം കളയേണ്ടതെന്ന് നിൽക്കും. പക്ഷെ അങ്ങനെയല്ല, ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞാൽ പൈസയൊക്കെ പോയി വെറുതെയാണ്. ഞാൻ ഇടയ്ക്ക് മിസ്സിനോട് പറയായിരുന്നു എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലേ പെട്ടി മക്കാണൊക്കെ എടുത്ത് ഞാൻ വീട്ടിൽ വന്നിരിക്കും. പക്ഷെ എന്തായാലും കൊടുത്ത പൈസയ്ക്ക് എന്തായാലും കിട്ടി. കറക്റ്റ് കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ പ്ലേസ്മെൻറ്റും കിട്ടി, ജോലിയും കിട്ടി. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.